ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഗോപോളി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ബോയ്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ സീരീസാണ്. ഇത് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ മൂവീസിനെ പോലും സീരീസിനെ പോലും ഉള്ളൊരു കാര്യമേ അല്ല. ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പാണ്. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുള്ള സൂപ്പർ ഹീറോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ധാരണയും തന്നെ താളം തെറ്റിക്കുന്ന ഒരു സീരീസ്. ഇവിടെ സൂപ്പർ ഹീറോസ് നല്ലവരല്ല. അവർ ബ്രാൻഡ്, ബിസിനസ്, പവർ, പൊളിറ്റിക്സ് എല്ലാം കയ്യിൽ പിടിക്കുന്ന ഒരു ഭീകരന്മാരാണ്. പുറത്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഹീറോയിസമൊക്കെ കാണിച്ച് നല്ലവരായിട്ട് നിൽക്കും. എന്നാൽ അവരുടെ അകത്തുള്ള അവരുടെ ആവശ്യങ്ങളും എല്ലാം വളരെ നിഗൂഢമാണ്. ഇതിനൊക്കെ എതിരെ ചോദ്യം ചെയ്യാനും അവർക്കെതിരെ പോരാടാനും വേണ്ടി കുറച്ച് ആളുകൾ ഒരുമിച്ച് ഒത്തുകൂടുകയാണ്. അവരെയാണ് നമ്മൾ വിളിക്കുന്നത് ദ ബോയ്സ്. സൂപ്പർ ഹീറോസിനെതിരെ ഇവരുടെ ഈ പോരാട്ടമാണ് നമ്മൾ ഈ സീരീസിലൂടെ കാണാൻ പോകുന്നത്. കഥയുടെ തുടക്കത്തിൽ രണ്ട് കുട്ടികൾ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. ഇതേ സമയം അവരുടെ മുമ്പിലേക്ക് ഒരു വാഹനം അതിവേഗം വരികയാണ്. അവരെ ഇടിക്കുമെന്ന് ഉറപ്പായ നിമിഷം ഒരു സ്ത്രീ ആ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തു ചാടി നിൽക്കുകയാണ്. അവരുടെ മേത്ത് ആ വാഹനം ഇടിച്ചതും അത് പീസായി പോവുകയാണ്. കാരണം അവളൊരു സൂപ്പർ ഹീറോ ആയിരുന്നു, മാഗി ഷോ. അവൾ അവരെ രക്ഷിച്ച് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ആ കുട്ടികളെ കുറച്ച് പേർ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്നു. അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ നിമിഷം പുതിയൊരു സൂപ്പർ ഹീറോ അങ്ങോട്ട് വരികയാണ്, ഹോംലാൻഡർ അവിടെ എത്തിയതും തൻ്റെ കണ്ണിലെ ലേസർ വെച്ചിട്ട് ആ ഗൺസിനെയൊക്കെ നശിപ്പിച്ച് കളയുകയാണ്. ശക്തി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരെയും ഇടിച്ച് തെറിപ്പിച്ചും കളയുകയാണ്. അത് സിനി കാണിക്കുന്നത് ഹ്യൂജിനെയാണ്. ഹ്യൂജി ഈ സീരീസിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഹ്യൂജി താൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ ചെന്നിട്ട് തനിക്ക് സാലറിയൊക്കെ കൂട്ടിത്തരണമെന്ന് പറയുവാണ്. പക്ഷേ അവർ പറയുവാണ് ഇപ്പോൾ സമയമാണ്, നീ പിന്നെ വരാൻ പറഞ്ഞ് അവനെ പറഞ്ഞ് പുറത്തേട്ട് വിടുകയാണ്. പുറത്തേട്ട് ചെല്ലുമ്പോഴാണ് അവൻ്റെ ഗേൾ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് റോബിൻ എന്നാണ്. റോബിനും അവരും അവൻ്റെ സാലറി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ആ റോഡിലൂടെ നടന്നു പോകുന്നത്. കാരണം ഇവർക്ക് ഒന്നിച്ച് ജീവിക്കണം, അതിന് നല്ലൊരു സാമ്പത്തികം വേണം, അതിന് അവൻ്റെ സാലറി കൂട്ടണം. ഈ നിമിഷമാണ് പെട്ടെന്ന് അവൻ്റെ ഗേൾ ഫ്രണ്ട് പൊട്ടിത്തെറിച്ച് ചിന്ന ഭിന്നമായി പോകുന്നത്. അവനെന്താ പറ്റുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. നോക്കുമ്പോൾ ഇതാ എ ട്രെയിൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ആ വഴി ഓടിപ്പോയതായിരുന്നു. ലൈറ്റിൻ്റെ സ്പീഡിലാണ് ഈ എ ട്രെയിന് ഓടാൻ സാധിക്കുക. ആ ഒരു സ്ത്രീയെ കൊന്നു കളഞ്ഞിട്ട് അവൻ അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഹ്യൂജി ആണെങ്കിൽ ഇത് കണ്ട് ഞെട്ടി ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുകയാണ്. അടുത്ത സീനി കാണിക്കുന്നത് ആനി എന്ന് പറയുന്ന പേരുള്ള ഒരു പെൺകുട്ടിയെയാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം സൂപ്പർ സെവനിൽ കയറണമെന്നാണ്. സൂപ്പർ സെവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസിൻ്റെ ഒരു ടീമാണ്. ആ ടീമിൽ കയറുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. പക്ഷേ ആനയ്ക്ക് അത് ഭയങ്കര ആഗ്രഹമാണ്. കാരണം ആനയ്ക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട്. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്തും ലൈറ്റിംഗ് ഒക്കെ ആനയുടെ പവറാണ്. അവളാണെങ്കിൽ ഇതിനു വേണ്ടി വർഷങ്ങളായിട്ട് പ്രയത്നിക്കുമായിരുന്നു. അങ്ങനെ അവസാനം അവൾക്കൊരു ഫോൺ കോൾ വരുവാണ്. അവൾ ചെന്ന് നോക്കുമ്പോൾ അത് വോട്ട് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ സൂപ്പർ ഹീറോസിൻ്റെയൊക്കെ റൈറ്റുള്ള ആ കമ്പനിയിൽ നിന്നായിരുന്നു. അവളെ സൂപ്പർ ചെവടിയിലേക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയായിരുന്നു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, അവൾ സെലക്റ്റഡ് ആയി. അവളും അവളുടെ അമ്മയും വളരെയധികം ഹാപ്പി ആവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹ്യൂജിനെയാണ്. ഹ്യൂജിയുടെ അടുത്തായിട്ട് ആ വോട്ട് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് വന്നേക്കുവാണ്. അവൻ്റെ ഗേൾഫ്രണ്ട് മരിച്ചതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇനി കേസുമായിട്ടൊന്നും പോവരുത്, പകരം $45 മില്യൺ അതിന് നഷ്ടപരിഹാരമായി തരാമെന്ന് പറയുകയാണ്. പക്ഷേ അവനത് കേട്ടതും ഞെട്ടിപ്പോവുകയാണ്. ഒരാളുടെ ജീവന് വേണ്ടി $45 മില്യൺ കണക്കാണ് അവർ പറയുന്നത്. അവൻ്റെ അച്ഛനാണെങ്കിലും അവനോട് പറയുന്നത് ഈ കേസുമായി നീ മുന്നോട്ട് പോകണ്ട, കാരണം ഇവർ വലിയൊരു കമ്പനിയാണ്. ആ ലോകം മുഴുവൻ ഈ ബോട്ട് ഇൻ്റർനാഷണൽ കൺട്രോൾ ചെയ്യുന്നത്. അവരുടെ കയ്യിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹീറോസ് ഉണ്ട്. ഇവർക്കെതിരെ ഒറ്റയ്ക്ക് ഒരു സാധാരണ മനുഷ്യനായ നല്ലൊരു ജോലി പോലും ഇല്ലാത്ത ഈ ഹ്യൂജി എങ്ങനെ ഫൈറ്റ് ചെയ്യും? അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകണ്ടെന്നാണ് ഹ്യൂജിയോട് അവൻ്റെ പേരൻസും എല്ലാവരും തന്നെ പറയുന്നത്. സീൻ മാറിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആനിനെയാണ്. ആനി അങ്ങനെ അവസാനം സൂപ്പർ സെവൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും അവളെ കാണാൻ വേണ്ടി അവിടെ വന്ന് കൂടി നിൽക്കുകയായിരുന്നു. കാരണം അവളിപ്പോൾ സൂപ്പർ സെവനിലുള്ള ഒരു മെമ്പറാണ്. സൂപ്പർ സെവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ടീമാണ്. അവിടെ എത്തിയ ആനിനെ എല്ലാവരുടെ മുമ്പിലേക്കും പരിചയപ്പെടുത്തുന്നത് മാരിലിൻ എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഒഫീഷ്യൽ തന്നെയാണ്. അങ്ങനെ അവരെ എല്ലാവരെയും പരിചയപ്പെടുത്തിയതിന് ശേഷം ആ ടീമിലെ മെമ്പറായിട്ടുള്ള ഡീപ്പിനെ കാണുവാണ്. അന്ന് രാത്രി ഡീപ്പ് അവളെ കുറേ കുറ്റം പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഒരു പുതിയ മെമ്പറായതുകൊണ്ട് തന്നെ ആ സീനിയോറിറ്റി അവൻ ശരിക്കും കാണിക്കുന്നുണ്ട്. അവൾ ആകെ വിഷമിക്കുവാണ്. അവൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എനിക്കെതിരെ ഞാൻ നിന്നെ പറ്റി പറഞ്ഞതിനെ പറ്റിയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയാലും ഞാൻ നിന്നെക്കാൾ മുമ്പോടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറ്റില്ല, നിനക്ക് തന്നെ നഷ്ടം വരുള്ളൂ എന്നൊക്കെ പറയുവാണ്. ആനി ഇതെല്ലാം കേട്ടിട്ട് നല്ല രീതിക്ക് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ആനി പുറത്ത് വാഷ്റൂമിൽ പോയിട്ട് കരയാൻ നേരത്ത് മാഗി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാഗി അത് കാണുമ്പോൾ ആനിയോട് പറയുന്നുണ്ട്, നീ കരയുന്നത് ആരും കാണരുത്, കാരണം നീ സൂപ്പർ ഹീറോ ആണ്. അങ്ങനെ അതും പറഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഹ്യൂജീനെയാണ്. ഹ്യൂജി അവിടെ നിൽക്കാൻ നേരത്ത് ഹ്യൂജിയുടെ അടുത്തായിട്ട് ഒരാൾ വരുവാണ്. പുള്ളിയുടെ പേര് പറയുവാണ് ബില്ലി ബുച്ചർ. ബുച്ചർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു FBI ഏജൻ്റാണ്. ഈ ഹ്യൂജിയുടെ ഗേൾഫ്രണ്ട് മരിച്ച കേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ബുച്ചർ വന്നിട്ടുള്ളത്. ഈ വോട്ട് ഇൻ്റർനാഷണൽ പറഞ്ഞ കമ്പനിക്കെതിരെയും ഈ കുറ്റം ചെയ്ത ഏട്ടനെതിരെയും പോരാടാൻ വേണ്ടിയിട്ട് ബുച്ചർ ഹ്യൂജിയുടെ ഒപ്പം നിൽക്കാമെന്നൊക്കെയാണ് പറയുന്നത്. ഹ്യൂജി ആദ്യം ഞെട്ടുന്നുണ്ടെങ്കിലും ഹ്യൂജി പിന്നെ സന്തോഷമാവുന്നുണ്ട്. കാരണം ഒരാളെങ്കിലും അവൻ്റെ ഒപ്പം ഈ കാര്യത്തിൽ നിന്നല്ലോ. എങ്കിലും ഇത്രയും വലിയൊരു ഗ്രൂപ്പിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ പോകുന്ന കാരണം തന്നെ ഹ്യൂജിക്ക് നല്ല ഭയമുണ്ട്. അവന് താല്പര്യമില്ല, നമുക്ക് പിന്നെ ഇതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചവൻ പോരുന്നുണ്ടെങ്കിലും
ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം വന്നിട്ട് അവൻ തിരിച്ച് ബുച്ചറിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ബുച്ചറും അവനും ഒരു കഫറ്റീരിയയുടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ബുച്ചർ പറയുവാണ്, "നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. നീ ആ വോൾട്ട് ഇൻ്റർനാഷണൽ വിളിച്ച് പറഞ്ഞിട്ട് നീ ആ ഡീല് സൈൻ ചെയ്യാൻ വേണ്ടി സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുക. അതുപോലെ തന്നെ ഏട്ടനെ നേരിട്ട് കണ്ട് അവനെ കൊണ്ട് സോറി പറയിപ്പിക്കണമെന്നും കൂടി പറയണം. നീ അവരുടെ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിനക്കൊരു റെക്കോർഡർ തന്ന് വിടാം. ആ റെക്കോർഡറുമായി ചെന്നിട്ട് നീ ആ റെക്കോർഡ് അവിടെ വെച്ചിട്ട് പോരണം. അതിലൂടെ അവരുടെ രഹസ്യങ്ങൾ നമുക്ക് ഊറ്റിയെടുക്കാൻ സാധിക്കും. അത് വെച്ചിട്ട് നമുക്ക് അവർക്കെതിരെ ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും." ഇത് കേട്ടതും ഹ്യൂജി ഞെട്ടിപ്പോവാണ്. ഇത്രയും വലിയ കാര്യം അവന് ഒറ്റയ്ക്ക് ചെയ്യാൻ നല്ല ഭയമുണ്ട്. കാരണം ആലോചിച്ച് നോക്കുക, അത്രയും വലിയ കമ്പനി, അത്രയും വലിയ പവർഫുൾ സൂപ്പർ ഹീറോസ് അവരുടെ അടുത്താണ് ചെയ്യേണ്ടത്. അങ്ങനെ അടുത്തതായി കാണിക്കുന്നത് മാഡ്ലിൻ എന്ന് പറയുന്ന ആ വോട്ട് ഇൻ്റർനാഷണലിൻ്റെ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ഓഫീഷ്യലിനെയാണ്. പുള്ളിക്കാരി ഇപ്പോൾ ആ സിറ്റിയിലെ മേയറിനെ കാണാൻ വന്നേക്കുവാണ്. പുതിയൊരു സൂപ്പർ ഹീറോനെ ആ മേയർക്ക് വേണ്ടി കൊടുക്കാമെന്നും $300 മില്യൺ കൊടുത്താൽ മതിയെന്നുമാണ് പറയുന്നത്. പക്ഷേ ആ മേയർ പറയുവാണ്, $300 മില്യൺ ഒന്നും തരാൻ സാധിക്കത്തില്ല. $200 മില്യൺ വേണമെങ്കിൽ തരാം. പക്ഷേ വേറെ വഴിയൊന്നുമില്ലാത്ത രീതിയിലാണ് മാഡ്ലിൻ്റെ റിപ്ലൈ നമുക്ക് കാണുന്നത്. മാഡ്ലിൻ എന്തോ ഭയക്കുന്നുണ്ട്. മേയറിനോട് തർക്കിക്കാൻ ഒന്നും പോകുന്നില്ല. മാഡ്ലിനോട് അന്നേരം മേയർ ഒരു കാര്യം പറയുന്നുണ്ട്, "ഞാൻ പറയുന്ന പോലെ ചെയ്യുക. അല്ലെങ്കിൽ കോമ്പൗണ്ട് വീനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരും." അന്നേരം മാഡ്ലിൻ മേയറോട് പറയുന്നുണ്ട്, "കോമ്പൗണ്ട് വീയോ? എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്നൊക്കെയാണ് മാഡ്ലിൻ പറയുന്നത്." അപ്പോൾ ഈ കോമ്പൗണ്ട് വീ എന്ന് പറയുന്നത് എന്തോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മാഡ്ലിൻ അറിയാമെന്നും ഇത് മാഡ്ലിൻ രഹസ്യമായി വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമുക്ക് ഈ സീനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അടുത്തായി കാണിക്കുന്നത് ആനീനെയാണ്. ആനി തൻ്റെ അമ്മയെ വിളിച്ചിട്ട് തൻ്റെ വിഷമങ്ങളൊക്കെ പറയാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ പുള്ളിക്കാരിയാണെങ്കിൽ ഇവളോട് സംസാരിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. സൂപ്പർ സെവനിലൊരു മെമ്പറാണ് പുള്ളിക്കാരിയുടെ മോളിപ്പോൾ. ആ ഹാപ്പിനെസ് ഒക്കെ കേൾക്കുമ്പോൾ തൻ്റെ വിഷമം പറയാൻ ആനി മറന്നു പോവാണ്. ഇതെല്ലാം ആനിയുടെ തൊട്ടടുത്തിരുന്നിട്ട് നമ്മുടെ ഹ്യൂജ് കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഹ്യൂജ് ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, എന്തായാലും ബുച്ചർ പറഞ്ഞത് ആ പ്ലാനുമായി മുന്നോട്ട് പോകും. അവൻ ആ വോട്ട് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ പോയി ഈ രഹസ്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവന്നിരിക്കും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഹ്യൂജി തൻ്റെ പ്ലാൻസുമായി മുന്നോട്ട് പോവുകയാണ്. ആ റെക്കോർഡെല്ലാം കൈ പിടിച്ചിട്ട് വോട്ട് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ തന്നെ ഹ്യൂജി ചെല്ലുകയാണ്. ബാത്റൂമിൽ ഇരുന്നിട്ടാണ് ഹ്യൂജി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഈ റെക്കോർഡറൊക്കെ എടുത്ത് നോക്കി എങ്ങനെയൊക്കെ അതൊക്കെ ഡീൽ ചെയ്യണം എന്നൊക്കെ ഹ്യൂജി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അത് ഒരാൾ കാണുന്നുണ്ട്. അതെ, ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയുന്ന ഒരു ഇൻവിസിബിൾ സൂപ്പർ ഹീറോ. അവൻ ഇൻവിസിബിൾ ആവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ വെച്ച് ഇതവനെല്ലാം കാണുന്നുണ്ട്, ഈ ഹ്യൂജി ചെയ്യുന്നതെല്ലാം. പക്ഷേ അന്നേരത്തേക്കും ഹ്യൂജി അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ തിരിച്ച് അവൻ ആ ഓഫീസിൽ ചെന്നിട്ട് അവിടെയുള്ളവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് ആ ഡീലൊക്കെ സൈൻ ചെയ്യുവാണ്. അതോടൊപ്പം തന്നെ ആ രഹസ്യമായി ആ ഒരു വോയിസ് റെക്കോർഡർ അവിടെ വെക്കുന്നുമുണ്ട്. അങ്ങനെ അന്ന് രാത്രി നമ്മൾ കുറച്ച് സീനിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ആ മേയർ തൻ്റെ പ്രൈവറ്റ് ജെറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയം നമ്മൾ കുറച്ച് സീൻസിന് മുമ്പ് നമ്മുടെ സീരീസിൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഹോംലാൻഡർ എന്ന് പറയുന്ന ആ സൂപ്പർ ഹീറോ പറന്ന് ചെന്നിട്ട് തൻ്റെ ലേസർ പവർ വെച്ച് ആ ജെറ്റിനെ തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയുവാണ്, നശിപ്പിച്ച് കളയുവാണ്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വോട്ട് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി വൻ ഉടായിപ്പാണ്. അവരെന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോമ്പൗണ്ട് വീനെ പറ്റി മാഡ്ലിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത മേയറിനെ തന്നെ അവരങ്ങ് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ട് വി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ആണ്. അതെന്താണെന്നൊക്കെ എന്തായാലും വരുന്ന എപ്പിസോഡ്സ് നമുക്ക് കാണാനും സാധിക്കും. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹ്യൂജിനെയാണ്. ഹ്യൂജി ആ ഷോപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു അന്ന് രാത്രി. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹ്യൂജിൻ്റെ അടുത്തേക്ക് ആ ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയുന്ന ആ സൂപ്പർ ഹീറോ വരുവാണ്. അവൻ വന്നിട്ട് ഹ്യൂജിനെ എടുത്തിട്ട് അടിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നത്, "നീ എന്തിനാണ് അങ്ങോട്ട് വന്നത്? ഈ ബുച്ചർ ആരാണ്? ആ റെക്കോർഡറൊക്കെ വെക്കാനുള്ള പ്ലാൻ എന്തിനാന്നൊക്കെ" ചോദിച്ചിട്ട് അവനെ എടുത്തിട്ട് പെരുമാറുവാണ്. ഇതേ സമയം നമ്മുടെ ബുച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ട്രാൻസ്ലൂസൻറ്റിനെ തടയാൻ ശ്രമിക്കുവാണ്. പക്ഷേ തടയുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു. കാരണം ഈ ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ നോർമലായിട്ടുള്ള മനുഷ്യന് പിടിച്ചു നിർത്തുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാലും അവർ രണ്ടുപേരും മാറി മാറി ഫൈറ്റ് ചെയ്ത് മാക്സിമം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്കും ബുച്ചറിനെ കൊല്ലാൻ വേണ്ടി തന്നെ ചെല്ലുന്ന ട്രാൻസ്ലൂസൻറ്റിനെ പെട്ടെന്ന് നമ്മുടെ ഹ്യൂജി അവിടെ കിടന്ന് 2 ഇലക്ട്രിക് വയർ എടുത്ത് ഷോക്ക് അടുപ്പിച്ച് മയക്കി കളയുകയാണ്. ഇതേ സമയം അവർ രണ്ടുപേരും എണീറ്റ് നിൽക്കാൻ നേരത്താണ് നമ്മുടെ ബുച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയുന്നത്. പുള്ളിക്കാരൻ ശരിക്കും FBI ഏജൻ്റ് ഒന്നും അല്ല. വെറുതെ വന്ന് നുണ പറഞ്ഞതാണ് ഹ്യൂജിയുടെ അടുത്തിട്ട്. പക്ഷേ പുള്ളിക്ക് ഈ സൂപ്പർ ഹീറോസിനെതിരെ പോരാടണം. അതിന് വേണ്ടിയിട്ട് ഹ്യൂജിയുടെ കേസ് വളരെ യൂസ്ഫുള്ളാണ്. ബുച്ചർ ഒരു FBI ഏജൻ്റ് അല്ലാന്ന് പറഞ്ഞതെല്ലാം കൂടി കേൾക്കുമ്പോഴത്തേക്കും ഹ്യൂജിയുടെ കിളി ആകെ പോവുകയാണ്. കാരണം FBI ഏജൻ്റ് ആണെന്നോർത്താണ് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുള്ളിയുടെ ഒപ്പം വർക്ക് ചെയ്തത്. ഇപ്പോൾ പറയുകയാണ് FBI ഏജൻ്റ് ഒന്നും അല്ല, പകരം പുള്ളിയുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ആകെ കിളി പോയി നിൽക്കുന്ന ഈ ഒരു ഹ്യൂജിനെയും കാണിച്ചുകൊണ്ടാണ് ഈ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇവർക്കെതിരെ ഇനി ഈ കുറേ സൂപ്പർ ഹീറോസ് വരുമായിരിക്കും. അതുപോലെ ഇവരും
എന്തായിരിക്കും ഈ സൂപ്പർ ഹീറോസിനെതിരെ പല കാര്യങ്ങളുമായി മുന്നോട്ട് പോയി പോരാടുമായിരിക്കും. അപ്പോൾ ഇത്രയും വലിയ വോട്ടൻ റഷ് എന്ന് പറഞ്ഞ കമ്പനിക്കെതിരെ പോരാടി ബുച്ചറിനും ഹ്യൂജിക്കൊക്കെ വിജയിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡിൽ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഉറപ്പായിട്ടും നമ്മൾ വീഡിയോസ് വരുന്നുണ്ടാവും. അടുത്ത വീഡിയോ നാളെ തന്നെ വരുന്നുണ്ടാവും. അപ്പോൾ അതുമായി കാണാം. താങ്ക് യു.